വെൽക്കം ടു ന്യൂസ് മാജിക് ബുക്ക്. ഇന്ന് ഞാനൊരു വെറൈറ്റി സ്വീറ്റുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ എത്തിയിരിക്കുന്നത്. കുമ്പളങ്ങ ഹൽവ. കുമ്പളങ്ങ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ആദ്യം വരുന്നത് കുമ്പളങ്ങയുടെ മോരുകറി ആയിരിക്കും. പിന്നെ സാമ്പാറും അവിയലും കൂട്ടുകറിയും എല്ലാം. എന്നാൽ കുമ്പളങ്ങ ഇട്ടൊരു സ്വീറ്റ് ഉണ്ടാക്കാന്ന് നമുക്കധികം ആർക്കും അറിയത്തില്ല. കുമ്പളങ്ങ ഇട്ടൊരു അടിപൊളി സ്വീറ്റാണ് ഞാൻ നിങ്ങൾക്കായി പരിചയപ്പെടുത്തുന്നത്. കുമ്പളങ്ങ ഹൽവ. ഹൽവ ഉണ്ടാക്കുന്നതിന് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ആദ്യം തന്നെ വേണ്ടത് കുമ്പളങ്ങ. ഇത് ഏകദേശം ഒരു 1/2 കിലോ വരുന്ന കുമ്പളങ്ങയാണ്. അതിൻ്റെ കുരുവൊക്കെ കളഞ്ഞെടുത്ത് വെച്ചിരിക്കുകയാണ്. പിന്നെ 1 കപ്പ് പഞ്ചസാര. നമുക്ക് ഇത്രയും വേണ്ടി വരില്ല, ഇനി ഞാൻ ജസ്റ്റ് എടുത്ത് വെച്ചെന്നേ ഉള്ളൂ. ഒരു 5 ഏലക്ക, ഒരല്പം മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ നെയ്യ്, പിന്നെ കുറച്ച് മുന്തിരിയും കശുവണ്ടിയും. കുമ്പളങ്ങ ഹൽവ അങ്ങനെ ഞാൻ നാട്ടിലൊന്നും കണ്ടിട്ടില്ല. ഇതൊരു കർണാടക സ്വീറ്റാണ്, പ്രത്യേകിച്ച് ഉടുപ്പിക്കാരുടെ ഒരു സ്വീറ്റാണിത്. ഇനി കുമ്പളങ്ങ നമുക്ക് ചീകിയെടുക്കാം. ചീകിയെടുക്കുന്നതിന് മുമ്പ് അതിൻ്റെ തൊലി ചെത്തിക്കളയണം. ഈ തവണ കുമ്പളങ്ങ കുറച്ച് ഹാർഡായിരുന്നു, അതുകൊണ്ട് പിന്നെ ഞാൻ ഏട്ടനെ കൊണ്ടാണ് കുമ്പളങ്ങ ചീകിച്ചത്. ലാസ്റ്റ് ടൈമൊക്കെ കുറച്ചുകൂടി സോഫ്റ്റ് ആയിരുന്നു. അത് മാത്രമല്ല കുറച്ചുകൂടെ വെള്ളമൊക്കെ വരുന്നുണ്ടായിരുന്നു ചീകുമ്പോൾ. ഈ തവണ അങ്ങനെ വെള്ളമൊന്നും വരുന്നില്ല. അങ്ങനെ കുമ്പളങ്ങ ചീകി എടുത്തു കഴിഞ്ഞു. ഇനി ബാക്കി എന്തൊക്കെയാണെന്ന് നോക്കാം. ഏലക്ക ഇങ്ങനെ നൈസായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇൻഗ്രീഡിയൻസ് എല്ലാം റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഹൽവ ഉണ്ടാക്കാൻ തുടങ്ങാം. പാൻ ചൂടായി കഴിഞ്ഞു. ഇനി ഇതിലേക്ക് ചീകി വെച്ചിരിക്കുന്ന കുമ്പളങ്ങ ഇടാം. കുമ്പളങ്ങ ഇങ്ങനെ മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കുക. കുമ്പളങ്ങയിൽ നിന്ന് വെള്ളം ഇറങ്ങുന്നില്ലെങ്കിൽ 1 ഗ്ലാസ് എക്സ്ട്രാ വെള്ളം ചേർക്കുക. എങ്കിൽ മാത്രമേ കുമ്പളങ്ങ നന്നായിട്ട് വേവുകയുള്ളൂ. കുമ്പളങ്ങ അവിടെ വെന്തുകൊണ്ടിരിക്കുന്ന സമയം കൊണ്ട് നമുക്ക് നെയ്യിൽ കശുവണ്ടി പരിപ്പും മുന്തിരിയും വറുത്തെടുത്ത് വയ്ക്കാം. അങ്ങനെ നമ്മുടെ കുമ്പളങ്ങ വെന്തു കഴിഞ്ഞു. കുമ്പളങ്ങ വേവാൻ ഏകദേശം 10-15 മിനിറ്റ് മതിയാകും. കൂടാതെ അതിൻ്റെ വെള്ളം നന്നായിട്ട് വറ്റി വരണം. ഇനി ഇതിലേക്ക് അല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി മതി കേട്ടോ. ഒരു കളറിന് വേണ്ടി ചേർക്കുന്നതാണ്. ചിലർക്ക് ഇതിന് വൈറ്റ് കളർ ഇഷ്ടപ്പെടില്ല, അതുകൊണ്ടാണ്. സാധാരണ കുങ്കുമപ്പൂവാണ് ഇത് ചേർക്കാറ്. എൻ്റെ കയ്യിൽ കുങ്കുമപ്പൂ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ മഞ്ഞൾപ്പൊടി ചേർത്തത്. ഇനി നമുക്ക് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി ചേർത്ത ശേഷം അതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പും ഉണക്കമുന്തിരി എല്ലാം ചേർത്ത് ഇളക്കിയെടുക്കാം. അങ്ങനെ നമ്മുടെ ഹൽവ ഏകദേശം റെഡി ആയി കഴിഞ്ഞു. ഹൽവ ഒരു ചെറിയ ബൗളിലേക്ക് എടുത്തു വയ്ക്കാം. നിങ്ങൾ ഈ കാണുന്ന പോലെ തന്നെ കൊതി വരുന്നൊരു ടെക്സ്ചറാണ് ഈ ഹൽവയ്ക്ക്. അതുപോലെ തന്നെ ടേസ്റ്റിയുമാണിത്. പെട്ടെന്ന് വീട്ടിൽ ആരെങ്കിലും വിരുന്നുകാർ വന്നാൽ ഭക്ഷണത്തിന് ശേഷം കൊടുക്കാൻ പറ്റിയ നല്ലൊരു സ്വീറ്റാണിത്. വളരെ എളുപ്പത്തിലാക്കിയെടുക്കാം. നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പി ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും എത്തുന്നതാണ്. എല്ലാവർക്കും ബൈ ബൈ. ഇവിടെ ഒരാൾ നല്ല ബോളിംഗ് ആണ്. ഏട്ടാ 2 സ്പൂൺ കഴിച്ചാൽ മതി, ബാക്കി എനിക്ക് വേണേ. ഏട്ടാ ഇത് ഫോട്ടോയ്ക്ക് പോസ് ചെയ്യാനുണ്ടോ? മൊത്തം കഴിച്ചു തീർക്കല്ല. ഞാൻ പറഞ്ഞ 2 സ്പൂണേ കഴിക്കാവുള്ളൂ പറഞ്ഞു. എന്നെ കേട്ടാ മതി, ഞാൻ കട്ട് ചെയ്യാൻ പോവാ.